നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രിയങ്ക മോള് സമയമെടുത്തെങ്കിൽ എന്താ, ഗംഭീരായിട്ടുണ്ട്. പറഞ്ഞത് സത്യമാണ് അച്ഛാ, നന്നായിട്ടുണ്ട്. ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ. സദ്യയിൽ ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? ഏട്ടത്തി ഇത് പിടിച്ച് എല്ലാവർക്കും വിളമ്പി കൊടുക്കേട്ടത്തി. പിടിക്കേ. ആ ചെറിയമ്മ ഈ കറി വിളമ്പി കൊടുക്ക. വിളമ്പിക്ക. സത്യം പറയാലോ പ്രിയങ്ക മോളെ, അടുക്കളയിൽ ആരും വേണ്ട, എല്ലാം തനിച്ച് ചെയ്തോളാന്ന് പറഞ്ഞപ്പോ ഞാനെന്താ പ്രതീക്ഷിച്ചെന്ന് അറിയാമോ? ഒന്നോ രണ്ടോ കറികളും ചോറും. പക്ഷെ ഇതിപ്പോ കെങ്കേമായ സദ്യ തന്നെയായി. ആ കൽപ്പന ഉറച്ചിരിക്കും, ഞാൻ വിളമ്പിത്തരാം. മറ്റാരഭിപ്രായം പറയുന്നതിനേക്കാളും നിങ്ങളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തെക്കുറിച്ചും അവിടെ ജനിച്ച കുട്ടികളുടെ കൈപുണ്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോ ചിലർക്കൊരു ചൊറിച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ ശത്രുവിന്റെ മുമ്പിൽ ഈ ഭക്ഷണം വിളമ്പി വെച്ചാ പോലും അവരൊന്ന് അംഗീകരിച്ചിട്ടേ എഴുന്നേറ്റ് പോകത്തുള്ളൂ. ചന്ദ്രശേഖര, നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രത്യേകിച്ച് എന്താ അഭിപ്രായം പറയാനേട്ടാ? പണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞുണ്ണാറില്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് നാവില് വന്നതുപോലെ. ഏട്ടത്തി ഈ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഓ നന്നായിട്ടുണ്ട്. ഒന്ന് മനസ്സ് തെളിഞ്ഞ് പറ കൽപ്പന, നമ്മുടെ അനിയത്തിയല്ലേ. അച്ഛന്റെ മന്ത്രശക്തി എന്തോ പ്രിയങ്കയ്ക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ നേരത്തിനുള്ളിലെ ഇങ്ങനൊരു സംഭവം നടക്കില്ലല്ലോ. അച്ഛൻ ഞങ്ങൾക്ക് സ്ഥിരം പറഞ്ഞു തരാനുള്ള ഒരു പാഠമുണ്ട്. തോൽക്കൂ എന്നൊരു പേടി വന്നാ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോണമെന്ന്. ഞാനതാ ചെയ്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.